അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ മൻ ലാ നബിയ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയങ്കരായ ഖത്മുൽ ഖുർആൻ ശ്രോതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ഖത്മുൽ ഖുർആനിന്റെ വായന പഠനം 73-ാം അധ്യായം സൂറ അൽ മുസമ്മിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പാരായണം ചെയ്യണം. ആശയതലം എന്താണ് ഈ സൂറത്തിലെ കണ്ടന്റ് എന്ന് മനസ്സിലാക്കണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. 73-ാം അധ്യായം സൂറത്തുൽ മുസമ്മിൽ, സൂറ മക്കിയ, മക്കയിൽ അവതീർണമായ അധ്യായം. 20 ആയത്തുകളാണ്. എല്ലാം ചെറിയ ആയത്തുകളാണ്. 20-ാമത്തെ ആയത്ത് ഒഴികെ. അത് വലിയൊരു ആയത്താണ്, അര പേജ്. അതോടൊപ്പം സൂറത്തുൽ മുസമ്മിലിലെ മൊത്തത്തിൽ പറഞ്ഞാൽ എന്തൊക്കെ വിഷയങ്ങളാണ് അതിൽ പ്രതിപാദിക്കുന്നത് എന്ന് പരിശോധിക്കാം. 1 മുതൽ 9 വരെയുള്ള ആയത്തുകളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ വിളിക്കുന്നു. എന്നിട്ട് പ്രവാചകനോട് രാത്രി നമസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ, രാത്രി നമസ്കാരത്തിന്റെ ഫദ്ല് വിശദീകരിക്കുകയാണ്. സ്വതവേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരാധനയിൽ അങ്ങേയറ്റം ശ്രദ്ധയുള്ള വ്യക്തിത്വമായിരിക്കുമല്ലോ, ആണല്ലോ. എന്നിരുന്നാലും രാത്രി നമസ്കാരത്തെ കുറിച്ച് പ്രത്യേകമായി എടുത്തു പറഞ്ഞ് പ്രവാചകനോട് അതിൻ്റെ ഗുണങ്ങളെ സംബന്ധിച്ചും ശ്രേഷ്ഠതയെ സംബന്ധിച്ചും അതിലൂടെ നമുക്ക് ലഭിക്കുന്ന നേട്ടത്തെ സംബന്ധിച്ചും ഒക്കെ വിശദീകരിക്കുന്നുണ്ട്. പുതപ്പിനാൽ മൂടിയവൻ, മുസമ്മിൽ, അങ്ങനെ തന്നെ അഭിസംബോധന ചെയ്തിട്ടാണ് കാര്യം പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിലേക്ക് വരാം. രണ്ടാമത്തെ ഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് കൽപ്പിക്കുകയാണ് സബ്ർ കാണിക്കണം എന്ന്. എന്ത് കാര്യത്തിൽ? മുശ്രിക്കുകളായ ആളുകളുടെ ഉപദ്രവങ്ങളെ തൊട്ട് താങ്കൾ ക്ഷമ കൈക്കൊള്ളണം പ്രവാചകരെ എന്ന് 10-11 ആയത്തുകളിലൂടെ ഓർമ്മപ്പെടുത്തുന്നു. 12 മുതൽ 19 വരെയുള്ള ആയത്തുകളിൽ മുശ്രിക്കുകളായ ആളുകൾക്ക് അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നതിൽ നിന്ന് മാറി അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥനയും ആരാധനയുടെ മറ്റു തലങ്ങളുമൊക്കെ സമർപ്പിക്കുന്ന ആളുകൾ, മുശ്രിക്കുകൾ, അവർക്കുള്ള അദാബ്, വേദനാജനകമായ ശിക്ഷയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. 19 വരെ. 20-ാമത്തെ വചനത്തിൽ വിശദമായി രാത്രി നമസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെ സൂചിപ്പിക്കുന്നു. അതിൽ പാരായണം ചെയ്യുന്നത് എങ്ങനെ, എന്ത്, ഏത് ഭാഗമാവാം, അതിലൊരു തൈസീർ, അതല്ലെങ്കിൽ അതിലൊരു തഖ്ഫീഫ്, എളുപ്പം നൽകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല. അതോടൊപ്പം നമസ്കാരവും ദാനധർമ്മങ്ങളും സക്കാത്തും ഒക്കെ കൃത്യമായി പുലർത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അവയുടെ നേട്ടങ്ങളെക്കുറിച്ചും പറയുന്നു. അങ്ങനെ നാം ചെയ്യുന്ന അഅ്മാലുസ് സാലിഹാത്ത്, സൽക്കർമ്മങ്ങളെല്ലാം തന്നെ അല്ലാഹുവിങ്കിൽ ഒരുപാട് പ്രതിഫലമുള്ള അമലുകളായി നിങ്ങൾക്ക് കാണാൻ കഴിയും എന്ന് പഠിപ്പിക്കുന്നു. എന്നിട്ട് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം എന്ന് ഗൗരവമായി അടിവരയിട്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ മുസമ്മിൽ എന്ന് തുടങ്ങി ആദ്യം തന്നെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം വളരെ പ്രധാനമാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. പുതച്ചുമൂടിക്കിടക്കുന്ന മനുഷ്യരെ, ഞാനും നിങ്ങളും അടങ്ങുന്ന നമ്മളോടൊക്കെയുള്ള കൽപ്പനയാണ് രാത്രി നമസ്കാരത്തെ കുറിച്ച് പറയും. ഖുമിൽ ലൈല ഇല്ലാ ഖലീലൻ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീലൻ ഔ
സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർത്തീല. രാത്രി നമസ്കാരം നിങ്ങൾക്ക് കഴിയുന്ന വിധത്തിൽ നമസ്കരിക്കുക. രാത്രിയുടെ പകുതി, അതല്ലെങ്കിൽ അത്ര ആവില്ലെങ്കിൽ കുറച്ച് കുറയ്ക്കാം, അല്ല കഴിയുമെങ്കിൽ ഔസിദ് അലൈഹി വർദ്ധിപ്പിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹധർമ്മിണിയുടെ ചോദ്യത്തിന് മറുപടി നൽകിയല്ലോ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചല്ലോ. കാലില് പ്രയാസം വരുന്ന അവസ്ഥ നമസ്കാരം കൊണ്ട് കണ്ടപ്പോൾ നിന്ന് നമസ്കരിച്ചിട്ടേ. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞതായിരുന്നു, ഞാൻ ഒരു നന്ദിയുള്ള അടിമയാകേണ്ടയോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ നമ്മളോട് ഏതായിരുന്നാലും നമ്മളെ കൊണ്ടാവും വിധം ഒറ്റയായി നമസ്കരിക്കാൻ രാത്രിയിൽ ഖുർആനിൽ നിന്ന് അറിയാവുന്ന ഭാഗം പാരായണം ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് ദീർഘമായി നമ്മുടെ എല്ലാ വിഷമങ്ങളും ആഗ്രഹങ്ങളും പറഞ്ഞ് അവനിൽ സമർപ്പിച്ചുകൊണ്ട് നമസ്കരിക്കാൻ വേണ്ടി പറയാം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. റത്തീലിൽ ഖുർആന തർത്തീല. അത് ആശയബോധ്യം പോലുമില്ലാതെ ഓടിച്ചു പോകുന്ന ഒരു പാരായണമാവാതെ അർത്ഥബോധ്യത്തോടുകൂടെ സാവകാശക്രമത്തിൽ നിർത്തി മെല്ലെ പതുക്കെ തന്നെ ഓതിപ്പോകുക. ആശയം ബോധ്യം വരുന്ന വിധത്തിൽ പാരായണം ചെയ്യാം. അങ്ങനെ രാത്രിയിലെ നമസ്കാരം നിർവഹിക്കുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുക. നീ നിന്റെ റബ്ബിന്റെ നാമത്തെ, റബ്ബിനെ സ്മരിക്കുക, അവനിലേക്ക് നീ ഇബാദത്തുമായി മുറിഞ്ഞു നിൽക്കുക. രാത്രിയെ സംബന്ധിച്ചും രാത്രി നമസ്കാരം എത്രമാത്രം ശക്തമാണ് എന്ന് പറഞ്ഞു. അതൊരു പവർഫുൾ സ്റ്റെപ്പാണ്. അതുപോലെ ഏറ്റവും നേരായി, നന്നായി, സുവ്യക്തമായി കാര്യങ്ങൾ പറയാവുന്ന ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് തന്നെ രാത്രി നമസ്കാരം അല്ലാഹു അത് മുഖേന നിന്നെ വലിയ സ്ഥാനത്തേക്ക് ഉയർത്താം എന്നുവരെ നമ്മളൊക്കെ കഴിയുന്നത്രയും രാത്രി നമസ്കാരം നിർവഹിക്കുവാൻ ശ്രദ്ധയുള്ളവരാകണം എന്നുകൂടെ ഈ അധ്യായം നമ്മൾ പഠിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് വീണ്ടും ഏതാണ്ട് ഇതേ നാമം അഥവാ മുസമ്മിൽ എന്ന അതേ അർത്ഥത്തിൽ തന്നെ വരുന്ന മുദ്ദസ്സിർ എന്ന അധ്യായത്തിലേക്ക് വീണ്ടും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.